പാർട്ടിസിപ്പൻസ് G53, G52, G51. G53 ആണ് ആദ്യം വരുന്നത്. അവരുടെ ടോപ്പിക്ക് too many choices can make it harder to choose. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ പേര് ഷൈമ. ഇന്നത്തെ പ്രസംഗ വിഷയമായ ടു മെനി ചോയ്സസ് ക്യാൻ മേക്ക് ഹാർഡർ ടു ചൂസ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ശക്തമായ ഒരു പ്രപഞ്ച സത്യം എന്ന് തന്നെയാണ്. ചെറുപ്പത്തിൽ കേട്ടുമറന്നൊരു കഥ ഇവിടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാളുകൾ ഒരു മരുഭൂമിയിലേക്കൂടെ നടന്നു പോവുകയായിരുന്നു. വിശപ്പും ദാഹവും സഹിച്ച് അവരിങ്ങനെ നടന്നു പോകുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കൊച്ചുകുടിൽ കണ്ടു. ആ കൊച്ചുകുടിലിന്റെ അടുത്തായിട്ട് അവരൊരു കടയും കണ്ടു. അപ്പോൾ ഒന്നാമത്തെ ആൾ ആ കൊച്ചുകുടിലിൽ കയറി അദ്ദേഹം അവിടുന്ന് കൂജയിൽ വെച്ച തണുത്ത ദാഹിച്ച ജലം ചോദിച്ചു വാങ്ങി കുടിച്ചു. പക്ഷെ ആ കടയിലേക്ക് കയറിയ ആൾക്ക് ടൂ മെനി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജ്യൂസ് കഴിക്കാം, അദ്ദേഹത്തിന് തേങ്ങാവെള്ളം കുടിക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. അയാൾക്ക് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഈ ടൂ മെനി ചോയ്സസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് റിസൾട്ടും കൂടെ ഇതിന് ഉണ്ടാക്കാവുന്നതാണ്. അമേരിക്കയിൽ നടത്തിയ ഒരുപാട് സ്റ്റഡികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ. പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്ക് ചുറ്റും പ്രവാസികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മറ്റൊരാളെ കോപ്പി ചെയ്യുക എന്നുള്ളത്. മറ്റൊരാളുടെ ഇഷ്ടങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ ഒന്നും മാനിക്കാതെ മറ്റൊരാളുടെ ലക്ഷ്യങ്ങളെ, മറ്റൊരാളുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ അറിയാതെ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസംഗ വിഷയം കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും ഊന്നി പറയാൻ ആഗ്രഹിച്ചും ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ഫോളോ ചെയ്യാം. മറ്റൊരാളുടെ സ്വപ്നങ്ങളെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കയ്യെത്തും ദൂരത്ത് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. റെസിറ്റേഷന് പങ്കെടുക്കാനുള്ളവർ ചെസ് നമ്പർ കളക്ട് ചെയ്യുക. ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് റെസിറ്റേഷൻ പദ്യപാരായണത്തിനുള്ളവർ ചെസ് നമ്പർ കളക്ട് ചെയ്യുക. ഫോക്ക് ഡാൻസിനുള്ളവർ റെഡിയായി ഇവിടെയുള്ള സീറ്റിലേക്ക് വരിക. സീനിയേഴ്സിൻ്റെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തത് ചെസ് നമ്പർ G52. ഇവർക്ക് ഈ ടോപ്പിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് കൊടുത്തത്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്പീച്ചാണ്. കുട്ടികൾക്കൊക്കെ അല്പം നേരത്തെ കൊടുത്തിരുന്നു. ഏതായാലും G52. സദസ്സിന് വന്ദനം. ഇന്ന് ജൂലൈ 19 മലയാള നാട്ടിലെ പുതുവായിൽ നാരായണ പണിക്കരുടെ വായനാ ദിനമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം മരിച്ച ദിവസമായി ഇന്ന് വായനാ ദിനമായി ആചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികളാണ്: വായിച്ചു വളരുക, ചിന്തിച്ച് അറിവ് നേടുക, അറിവിലൂടെ വിവേകത്തിലേക്ക് എത്തുക. ഈ വിവേകം എന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പ്രധാന ചിന്ത, ലക്ഷ്യം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പരമാവധി മാർക്ക് നേടുക എന്നുള്ളതാണ്. മാർക്ക് നേടുക, കോളേജിൽ പോവുക, അവിടെയും മാർക്ക് നേടുക, ജോലി സമ്പാദിക്കുക, പിന്നീട് ഒരു പങ്കാളിയെ കണ്ടെത്തുക, ഗൃഹോപകരണങ്ങളിലെ ഏറ്റവും മുന്തിയത് വാങ്ങുക, യാത്രാ സൗകര്യങ്ങളിലെ കാറുകൾ വില കൂടിയത് വാങ്ങുക. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരും. ഈ ആഗ്രഹങ്ങൾക്കൊരു പരിധിയില്ല, പരിമിതിയില്ല. പിന്നീട് വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ വേണമെന്നാവും, കുട്ടികളുടെ പഠനം മുന്തിയതാവണം, 1ാം റാങ്ക് വേണം, കുട്ടികൾക്ക് ജോലി വേണം. അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരും തോറും നമ്മളുടെ ചിന്തകള്, നമ്മുടെ ഇമാജിനേഷൻ കൂടിക്കൂടി വരും. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ചിന്തകൾക്ക് പരിധിയില്ലാത്തത്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാത്തത് എന്ന് പണ്ട് മുതലേ ആൾക്കാർ ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ള ചിന്തയുടെ ആകത്തുകയാണ്
പല ധനതത്വ ശാസ്ത്ര പ്രിൻസിപ്പിളുകളുടെയും അടിസ്ഥാനം. മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടുന്തോറും അത് തിന്മയിലേക്കാണ് നയിക്കുക എന്ന് ആധ്യാത്മിക ആചാര്യന്മാരെ മനുഷ്യരെ പ്രബോധിപ്പിക്കാൻ തുടങ്ങി. ബുദ്ധനെ പോലെയുള്ളവർ പറഞ്ഞു, ആശയാണ് നിരാശയ്ക്ക് കാരണം, അതുകൊണ്ട് ആശയടക്കാൻ പറഞ്ഞു. താവോയിസ്റ്റുകൾ പറഞ്ഞു, ലഭ്യമായ ജീവിത സൗകര്യങ്ങളിൽ വെള്ളത്തിൽ കിടക്കുന്ന തടിയെ പോലെ പൊങ്ങിക്കിടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുക. പിന്നീട് ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ആഡം സ്മിത്തിനെ പോലെയുള്ള ധനതത്വ ശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആഡം സ്മിത്ത് പറഞ്ഞു, മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പരമാവധി നൽകണം. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം പരമാവധി നൽകിയാൽ പരമാവധി സമ്പാദിക്കുവാനും പരമാവധി മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനും ലോകത്തെ പര്യാപ്തമാക്കും. മലമുകളിലെ ബംഗ്ലാവിലെ പണക്കാരന്റെ ബംഗ്ലാവിലെ വിളക്കിന്റെ നാളം കാണുമ്പോൾ തെരുവിലെ ദരിദ്ര ബാലനും നാളെ അങ്ങനെ ആകണമെന്ന് ആഗ്രഹം വരികയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുക്കാവുന്ന എല്ലാ മാർഗങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്ന് മുതലാളിത്ത വ്യവസ്ഥിതി ജനങ്ങളെ പ്രബോധിപ്പിക്കുവാനും അതിലേക്ക് നയിക്കുവാനും ശ്രമിച്ചു. ഇതിന് പ്രതിഫലനം എന്നോണം കാറൽ മാർക്സിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകർ പറഞ്ഞു, സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ അപകടത്തിലേക്ക് നയിക്കുന്നത്, മുതലാളിത്തത്തിലേക്ക് നയിക്കുന്നത്. അത് അപകടകരമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കുറയ്ക്കണം. അതുകൊണ്ട് പരമാവധി സ്വത്ത് ആർജിക്കുക എന്നുള്ളത് അനുയോജ്യമല്ല. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയിലെ പരിമിതികൾ കൊണ്ടുവരണം, പരിധി കൊണ്ടുവരണം എന്ന് വാദിച്ചു. ഭാരതത്തിലെ വന്യവയോധികനായ ദാദാഭായ് നവറോജിയെ പോലുള്ളവർ വാദിച്ചു, ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്, നമ്മൾക്ക് നടുക്കിൽ വേണം. അങ്ങനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥിതി വന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം അത് പരിധി വേണം, പരിമിതി വേണം എന്ന് വാദിക്കുന്നവരും, പരിധി വേണ്ട, പരിമിതി വേണ്ട എന്ന് വാദിക്കുന്നവരും, അതുപോലെ തന്നെ ചില നിബന്ധനകൾ, അതാണ് ടാക്സ് വന്നത്. ടാക്സിന് കാരണം സമ്പത്തുള്ളവനിൽ നിന്നും പിടിച്ചെടുത്ത് അവന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ളത് എടുത്ത് ദരിദ്രന് കൊടുക്കുക, അങ്ങനെ എല്ലാവരെയും തുല്യരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ഇത് നൽകപ്പെടുന്നത് തെറ്റിലേക്കോ നന്മയിലേക്കോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഒത്തിരി ലഭ്യമാകുമ്പോൾ നല്ലത് ചിന്തിക്കാനുള്ള വിവേകം, ആ വിവേകത്തിന് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കണം എന്നതാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി. ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ്, എടുത്തുകൊള്ളുക. നന്ദി, നമസ്കാരം. ഫോക്ക് ഡാൻസിനുള്ളവർ എത്രയും പെട്ടെന്ന് റെഡിയാകുക. 5 മിനിറ്റിനുള്ളിൽ ഫോക്ക് ഡാൻസിന്റെ പാർട്ടിസിപ്പൻസ് ഇവിടെ വന്നിരിക്കണം. 2:30 നമ്മൾ ഫോക്ക് ഡാൻസ് തുടങ്ങും. എലക്യൂഷൻ സീനിയേഴ്സ്. അടുത്തത് G53. സോറി, ക്ഷമിക്കണം, എൻ്റെ തെറ്റാണ്. G51. When I was 1 year old, I had no idea what I wanted to do. When I was 5, I wanted to be Superman. When I was 10, I wanted to be a police officer. When I was 15, I got given so many career choices that I had no idea what I wanted to do. Now, I'm in my 20s and I work as an accountant, and I still don't know if I want to be an accountant. Too many choices make it hard for you to choose. Speaking of career choices, when I was in high school, I had a dear friend. We shared many classes, many years together, and we grew close. Unfortunately, after high school, she decided to move to Sydney with her family. But we tried to stay in touch. It was difficult, and as you would expect, over time, we grew apart. But every now and then, you get the odd message, happy birthday, hello, how are you?
things like that. So we did try and keep in touch. Last weekend, she sent me a message asking, are you free? Would you be able to meet up? I said, of course, I'll be more than happy to meet up. She was only here for the weekend, so the 2 days. She said, let's meet up at a park. I said, let's meet up at a restaurant. She said, let's have dinner. I said, let's have breakfast. In the end, after a few back and forth, we didn't end up meeting up. She went back to Sydney. Unfortunately, we missed the opportunity to meet up after a long, long time. I'm sure we'll see each other again, but I just don't know when. Now, some of you may know I am very pedantic about my food. A while ago, we went to Europe, me and my parents. We were in a group, but every now and then we get a spare time, 1 or 2 hours. One day, we decided to have lunch. Now, it's been a very long day. We were all tired, but we decided to find a restaurant. We got there and it was quite busy. Anyway, we found a table. So we sat down, the waitress came, gave us our menus. We spent a few minutes looking over the menu. Now, food that I didn't know existed was on that menu. I'm looking through all the pages. Now, a few minutes later, my parents were ready to order. Me, on the other hand, I'm going through page by page, looking left, right, and center. I still didn't know what to order. Now, I could see that the waitress was starting to lose her patience, and before she lost her patience, my parents lost theirs. I'm very glad that Malayalam is not a common language in Europe, and lucky for me, no one understood that my parents were telling me off. 10 minutes later, we left the restaurant, twice as hungry and twice as mad at each other. Too many choices make it difficult for me to choose. So I've decided going forward, if we go to a restaurant, I'm going to spend 1 minute looking at a menu. And when the waitress comes, the food that I'm looking at, that's what I'm going to order. No ifs, buts, or whats. And if I'm meeting up with a friend, or if we're going to any place in particular, I'm going to let the friend choose, not me. Or if she doesn't have a suggestion, I'm going to make sure that we meet up somewhere, anywhere, just so that we don't miss the opportunity. It's not the choices, it's the details that make it difficult. We get so lost in the little details that we forget the big picture. Anyway, too many choices make it difficult for you to choose, but the choices are up to you. Thank you. റെസിറ്റേഷനുള്ളവർ ഇനിയും ചെസ് നമ്പർ കളക്ട് ചെയ്യാനുണ്ട്, രജിസ്റ്റർ ചെയ്ത ആൾക്കാർ. ഫോക്ക് ഡാൻസിനുള്ളവർ എത്രയും പെട്ടെന്ന് 2:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 4 മിനിറ്റേ ഉള്ളൂ. ഫോക്ക് ഡാൻസിനുള്ള എല്ലാ പാർട്ടിസിപ്പൻസും എത്രയും പെട്ടെന്ന്